നമ്മുടെ ഇപ്രാവശ്യത്തെ സ്കൂൾ കലോത്സവം നടക്കുന്നത് കൊല്ലത്ത് വെച്ചിട്ടാണ്. അവിടെ മമ്മൂക്ക വരികയും അവിടുത്തെ പരിപാടികളെല്ലാം നമ്മൾ അറിഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ സ്കൂൾ കലോത്സവം വൻ ഹിറ്റാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഈ മമ്മൂക്കയൊക്കെ വന്നിട്ട് ഇത്രയും വലിയ സെറ്റപ്പിൽ ഒരു സ്കൂൾ കലോത്സവമൊക്കെ നടക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സ്കൂൾ കലോത്സവം നടക്കുന്നു. ഇവിടെ പിള്ളേരെ എന്താണ് ഈ ടീച്ചർമാരെ പഠിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഏതൊരു മത്സരത്തിൽ പോയാലും നിങ്ങൾ അവിടെ ജയം മാത്രം കണ്ടെത്തിയാൽ മതി. അവിടെ നിങ്ങളെ ചുറ്റും എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നും നേടണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ ജയിച്ചിട്ട് വരൂ എന്നുള്ളൊരിത് മാത്രമാണ് ഈ അധ്യാപകർ പിള്ളേർക്ക് ഇന്നത്തെ കാലം പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിവിടെ സൈഡിലൊരു വീഡിയോ കൊടുക്കാം, നിങ്ങൾ ഈ കാണുന്ന വീഡിയോ തന്നെയാണ്. ഈ കലോത്സവത്തിനിടയിൽ ഒപ്പനയ്ക്കിടയിൽ ഒരു പെൺകുട്ടി കുഴഞ്ഞു വീഴുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പിള്ളേർ അത് കണ്ട് ഒന്നും മൈൻഡ് പോലും ചെയ്യില്ല, അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ പിള്ളേരെ ഉൾപ്പെടെ ഞാൻ കുറ്റം പറയും. ഈ പിള്ളേർ ഇങ്ങനെയാണോ ഇത് വളർന്നു വരുന്നത്? കൂടെ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കൺമുന്നിൽ നിന്ന ഒരാള് ഇങ്ങനെ കറങ്ങി വീഴുമ്പോൾ ആ കുട്ടി എന്തുകൊണ്ടോ തലചുറ്റിയോ എന്തോ ഒരു അസ്വസ്ഥത വന്നിട്ടാണല്ലോ ഇങ്ങനെ വീണത്. അത് നെഞ്ചിൽ കൈ വെക്കുന്നു, അതെന്തോ അസ്വസ്ഥതയാണ് ആ കൊച്ചിന് വന്ന് വീണപ്പോ ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ഇവിടെ ഈ ജഡ്ജസ്മാര് ടീച്ചർമാർ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, അല്ലാതെ ഈ പിള്ളേർ 4 പേര് മാത്രം നിന്നല്ലല്ലോ ഈ സ്റ്റേജിൽ നിന്ന് കളിക്കുന്നത്. ജനങ്ങളും എല്ലാം ഏതാണ്ട് 10 മിനിറ്റോളം ഈ വീഡിയോ ഉണ്ട്. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ്. ഞാൻ അന്തിച്ചു പോയി. സത്യം, ഞാൻ ചുമ്മാ പറയുന്നല്ല, ഞാൻ അന്തിച്ചു പോയി. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ആ കൊച്ചവിടെ കിടന്ന് പിടയുന്നു. ഈ ബാക്കിയുള്ള എല്ലാം നിന്ന് കൈയടിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്യാണ്. സ്കൂൾ കലോത്സവം മറ്റേ നാഷണൽ ലെവലില് സ്റ്റേറ്റ് ലെവലിലൊക്കെ വരുന്നതല്ലേ. അതുകൊണ്ട് കൂടെ വയ്ക്കുന്ന ആര് വീഴുന്നാലും നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല, നമ്മൾ കളിച്ചോണം, നിങ്ങളെ കളി നോക്കിക്കോണം. ഇങ്ങനെയായിരിക്കും പഠിപ്പിച്ച് വിട്ടിട്ടുള്ളത്. കൊച്ചു പിള്ളേരെ തെറ്റു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തും തെറ്റാണ്, അവർ ചെയ്തത് തെറ്റാണ്. ഇത് നമ്മുടെ സ്കൂളിലെന്നൊക്കെ ഇവര് ഇപ്പം ഓരോ പല സ്കൂളുകളിലൊന്നും വന്നിട്ടാണല്ലോ ഈ കലോത്സവം നടക്കുന്ന ടൈമിൽ ചിലപ്പോൾ പിള്ളേരടുത്ത് പറയും, നിങ്ങൾ നിങ്ങളുടെ അതാണ് ഫോക്കസ് ചെയ്യണം, മറ്റേതാണ് അവരവരുടെ സ്കൂളിന്റെ വിജയമാണല്ലോ അവരുടെ വിജയം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ വേറെ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കല് ശ്രദ്ധിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കളിയിൽ മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ പരിപാടിയിൽ മാത്രം ശ്രദ്ധിക്കുക എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞു വിടുന്നത്. ആ ഒരു പേടിയൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പിള്ളേർ എനിക്കറിയില്ല. അതോ ഇനി ഈ പറയുന്നത് പോലെ പിള്ളേരുടെ ഇഷ്ടത്തിന് പിള്ളേർ മൈൻഡ് ചെയ്യാതെ നിന്ന് കളിച്ചതാണോന്നും എനിക്കറിയില്ല. എന്തായാലും ആ 1 മിനിറ്റോളം ആ കൊച്ചവിടെ കിടന്ന് വിടഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു വട്ടിക്കുഞ്ഞു പോലും ഇല്ലല്ലോ. ജഡ്ജസ് കാണുമല്ലോ, എല്ലാം കൂടി ഇരുന്ന് കാണുമല്ലേ, കളി തീരട്ടെ, കളി തീർന്നിട്ട് നമുക്ക് എടുക്കാം ആ കൊച്ചിനെ. ആ മെന്റാലിറ്റിയിൽ ഇരുന്ന് കാണും. എടോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെയൊക്കെ കേരള കലോത്സവവും സ്കൂൾ കലോത്സവവും സ്റ്റേറ്റ് കലോത്സവവും ഒക്കെ വെച്ചും കൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എത്ര വലിയ പ്രോഗ്രാം ആയാലും ഏത് കൊമ്പത്തോ വന്ന് നടത്തുന്ന പ്രോഗ്രാം ആയാലും അവിടെ ആർക്കെങ്കിലും ഒരു അസ്വസ്ഥതയോ വയ്യായ്മയോ വന്നു കഴിഞ്ഞാൽ അവരെ വേണം നമ്മൾ നോക്കേണ്ട, അല്ല പ്രോഗ്രാം അല്ല നടത്തേണ്ടത്. മനസ്സിലായോ? അവരെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെയും പ്രോഗ്രാം ഇട്ട് നീട്ടി അല്ല കൊണ്ടുപോകേണ്ടത്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. പിള്ളേരെ സ്കൂളിൽ നിന്നൊക്കെയാണ് നല്ല ഇത് ആ സ്പോട്ടിലെടുത്ത് ആ കൊച്ചിനെ മാറ്റി അവിടെ നിർത്തണം, കർട്ടൺ ഇടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ വെച്ച് നീട്ടി അല്ല പോകേണ്ടത് ഈ ഒരു കേസിൽ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ? ഇത് തക്കതായ നിയമ നടപടി എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വായം വളർന്നിരിക്കണം, അതിന്റെ എഴുതി വാങ്ങണം. എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല? 1 മിനിറ്റ് നിങ്ങൾ എന്തുകൊണ്ട്? 1 മിനിറ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ, അതിനുശേഷം അവർ തിരിഞ്ഞു നോക്കിയൊന്നുമല്ലോ എനിക്ക് അറിഞ്ഞൂടെ. 1 മിനിറ്റ് വീഡിയോ എല്ലാം എന്തായാലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇനി തിരിഞ്ഞു നോക്കിയൊന്ന് ദൈവത്തിന് അറിയാം. നോക്കാൻ ചാൻസ് ഇല്ല. ഇതൊക്കെയല്ലേ സ്വഭാവങ്ങൾ. എന്തുകൊണ്ട് ഈ പിള്ളേര് ഇങ്ങനെ നിന്ന് കളിച്ചു? ഇത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു വിട്ട ഒരു ഇതായിരിക്കുമല്ലോ, കൊച്ചു പിള്ളേരാണ്. പിള്ളേരുടെ ഭാഗത്ത് ഭയങ്കര തെറ്റാണ്. ഞാൻ ഉള്ള കാര്യം പറയും. വീട്ടിലൊന്നും കുറച്ചൊക്കെ ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ജയിച്ച് എവിടെ പോകാൻ? മനസ്സിൽ നന്മയോ മുമ്പിൽ വീണ് കിടക്കുന്നവന് സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്തോന്നു? കൺമുന്നിൽ വീണ് കിടന്നവന് അല്ലെങ്കിൽ വീണ് കിടക്കുന്ന ആരെങ്കിലും സഹായിക്കാണ്ട് ഇവിടെ മറ്റേ പന പോലെ കെട്ടി വളർത്തിയിട്ട് വല്ലതുണ്ട്? ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച് ആ ഒരു സാഹചര്യത്തില് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒപ്പനയ്ക്ക് ട്രോഫി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ പോയിരുന്ന സമാധാനം കിട്ടുമോടാ? സമാധാനം കിട്ടുമോ? അത് ഈ സ്കൂളുകാരെടുത്തായാലും ആരെടുത്തായാലും ഈ ജഡ്ജസ്മാരൊക്കെ ഉറക്കമായിരുന്ന എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കണം. എല്ലാവരും കൂടി വളഞ്ഞിരുന്ന് ഉറങ്ങിയ? അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇതിപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മിണ്ടാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് നന്നായിട്ട് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. ഒരു കൊച്ചു അവിടെ കിടന്ന് പിടക്കിന് നെഞ്ചി കൈ വെച്ച് എല്ലാം കൂടി വായും വളർന്നിരുന്നിരിക്കുന്നു. വായും വളർന്നിരുന്നിരിക്കുന്നു. ഞാൻ അത് അന്തിച്ചു പോയി. ആ കൊച്ചിങ്ങനെ കിടക്കണ്, ബാക്കിയുള്ള കുട്ടികൾ നിന്ന് കളിക്കണ്.
പിള്ളേരെ ഒരു കാര്യം, നിങ്ങളൊക്കെ കൂട്ടത്തുള്ള ഒരു കൊച്ചല്ല വീണ് കിടക്കുന്നത്. അപ്പോഴും നിങ്ങൾക്ക് ബെസ്റ്റ് അത്യാവശ്യം നിങ്ങളുടെ പരിപാടിയും നിങ്ങളുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. നിങ്ങൾക്ക് ഇത് ഇങ്ങനെയാണ് പഠിച്ച് ഉയർന്ന് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ അത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവിടെ തെറ്റുകാരായ കുട്ടികളും ടീച്ചറും അധ്യാപകരും വീട്ടുകാരും എല്ലാം കണക്കാണ്, ഈ കുട്ടികളുടെ വീട്ടുകാർ ഉൾപ്പെടെ. കാരണം ഇതാണ് പിള്ളേരെ പഠിപ്പിച്ചിരുന്നത്. ഇതാണ് പിള്ളേരെ പഠിപ്പിച്ചിരുന്നത്. ഒരിക്കലും എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. ആ കൊച്ചു വീണ് നടക്കണ്ട, ബാക്കിയെല്ലാം കളിക്കണ്ട, ഇത് എന്തോ അവസ്ഥ എന്നാണ് ഞാൻ ഇരുന്ന് ചിന്തിച്ചിട്ട് എനിക്ക് എത്തും പിടിയും കിട്ടില്ല. അമ്മാതിരി ഒരവസ്ഥ. എല്ലാം എനിക്ക് അവനെക്കാളും ബെസ്റ്റ് ആവണം, ഇവനെക്കാളും ബെസ്റ്റ് ആവണം, അല്ലെങ്കിൽ അവളെക്കാളും ബെസ്റ്റ് ആവണം. ഈ ഒരു ചിന്ത മാത്രമേ ഇന്നത്തെ എല്ലാത്തിനും ഉള്ളൂ. അല്ലാതെ കൂടെ നിൽക്കണമെന്ന് ഒന്നും വീണ് കിടന്ന് അതിനെ കൈ പിടിച്ച് എണീപ്പിക്കണമെന്ന് അതിനെന്താണെന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മനസാക്ഷി പോലും ഇല്ലാതായി പോലും പിള്ളേരായാലും അവിടെ ആരായാലും. ജഡ്ജസ്മാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നടേ? നോക്കിക്കൊണ്ടിരുന്ന ആ കൊച്ച് പുതിയ സ്റ്റെപ്പ് ഇടണമെന്നല്ല നോക്കിക്കൊണ്ടിരുന്ന. അറിയാൻ പാടില്ലാത്തോണ്ടെങ്കിൽ എന്തോന്ന് ലോകോടെ ഇതൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞതൊക്കെ എവിടെ പോയി നിൽക്കും? ഒരു എത്തും പിടിയും കിട്ടില്ല, സത്യം. ഒരു എത്തും പിടിയും കിട്ടില്ല. നിങ്ങളൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? മനസാക്ഷിയാവുക ഒന്നുമില്ലേ? നിങ്ങൾക്ക് ട്രോഫി കൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് നിങ്ങളെ ട്രോഫി കൊണ്ടുവച്ച് സെറ്റപ്പ് ആവണം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് തക്കതായ എക്സ്പ്ലനേഷൻ നിങ്ങൾ വയ്ക്കണം. സ്കൂളുകാരായാലും ഈ കുട്ടികൾ ആയാലും എല്ലാവരും എക്സ്പ്ലനേഷൻ വയ്ക്കും. അവിടെ പ്രത്യേകിച്ച് അവിടെ നിന്ന് ജഡ്ജസ്മാർ നിങ്ങൾ കണ്ട ഇത് ആസ്വദിക്കുകയായിരുന്നു പുതിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു അവസ്ഥ, കേരളം സാക്ഷരത കേരളം നല്ല സാക്ഷരത തന്നെ ഇവിടെ നടക്കണം. നല്ല സാക്ഷരത സൂപ്പറായിട്ടിരിക്കുകയാണ്, സൂപ്പറായിട്ട്. ഇതുപോലെ ഇനി വേറെ എനിക്ക് തോന്നുന്നില്ല ഇനി ഇപ്പോൾ അടുത്ത കാലത്ത് ഇട വെച്ച് ഇങ്ങനെ ഒരു സംഭവം അടിപൊളിയായിട്ട് വരുമെന്ന്. കലോത്സവം വിജയിക്കണമോ, എനിക്ക് അവനെക്കാളും ബെസ്റ്റ് ആവണം. ഇതിന്റെ ഇടയിൽ മനുഷ്യൻ മറന്നു പോകുന്നത് ജീവിക്കാനാണ്, നല്ലവനായിട്ട്. അല്ലെങ്കിൽ വോട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. കൺമുന്നിൽ ഒരാൾ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് എന്തെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ എന്തൊക്കെ ട്രോഫി, എന്തൊക്കെ പണം, എന്തൊക്കെ നേടിയാലും ലൈഫിൽ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കും. ഈ പിള്ളേരെ ഇതൊക്കെ വീട്ടുകാരും നിങ്ങൾ സ്കൂളുകാരും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. അല്ലാണ്ട് ഇങ്ങനെ കൊണ്ടിട്ട് മത്സരിക്കണം, ബെസ്റ്റ് ആവണം, എല്ലാത്തിലും ബെസ്റ്റ് ആവണം, ഇതൊരു സംഭവം വിട്ടിട്ട് പിള്ളേർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. ബെസ്റ്റ് അല്ല, മനുഷ്യത്വം വേണമെന്ന്. മുന്നിലൊട്ടം വീണ് കിടന്ന് അവനെ കൈ പിടിച്ച് എണീപ്പിക്കണം, അല്ലെങ്കിൽ അതെന്താണെന്ന് തിരിഞ്ഞു നോക്കണം. മനസ്സിലായേ? ഇതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് എല്ലാത്തിലും ബെസ്റ്റായി എവിടെ കൊണ്ടുപോയി? കുറെ സർട്ടിഫിക്കറ്റും കുറെ ട്രോഫി വാങ്ങി വെച്ചാൽ തീർന്നതാണ്. എല്ലാം എനിക്ക് സത്യം പിള്ളേരുടെ ഭാഗത്ത് ഭയങ്കര റോങ് ആണ്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് പിള്ളേർ അത് അങ്ങനെയാണ്, കുട്ടികളാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പ്രായത്തിലായാലും ഇങ്ങനെ ചെയ്യത്തില്ല എന്തായാലും. കേട്ടാ ചെയ്യത്തില്ല, ഉറപ്പാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. കൂടെ നിൽക്കണം, ഒന്ന് വീണ് കിടന്നാ ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കൂല, മീൻസ് ബാക്കി കണ്ടിന്യൂ ചെയ്യൂല. പിള്ളേരും എല്ലാവരും ജഡ്ജസ്മാരൊക്കെ നിങ്ങൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഇതെന്താണ് നിങ്ങൾക്ക് പറ്റിയത്. മനസ്സിലായോ? എല്ലാവരും ബെസ്റ്റ് കൂടെ വയ്ക്കണമെന്ന് വീണ തിരിഞ്ഞൊക്കെ ഒരു പട്ടി പോലും ഇല്ലാത്ത കാലഘട്ടമായി മാറിയല്ലോ സാക്ഷരത കേരളം.